ഹലോ, ഗുഡ് മോർണിംഗ്. ജസ്റ്റ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ മുറ്റത്ത് നിന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അത് നമ്മുടെ തൊഴിലുറപ്പുകാരുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. അവർ വന്നിട്ട് അവരെ എടുക്കുന്ന അറ്റൻഡൻസിൻ്റെ രീതി, അവർ നന്നായിട്ട് നമുക്ക് വേണ്ടി സർവീസ് തരണതും അതൊക്കെ കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തി തുടങ്ങും. അപ്പോൾ തൊട്ടുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്ലസ് നിങ്ങളുടെ കമൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്നും ഇനി ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് അവരുടെ കൂടെയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പറമ്പ് ഒരുവിധം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ നമുക്ക് ഇവർ കൂടെ ഒന്ന് വെച്ച് എടുക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എത്തി തുടങ്ങി. അവർ രാവിലെ ഒരു 8 മണി 8:15 തൊട്ട് അവരെല്ലാവരും വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇവരൊരു 18-20 ടീമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഡർ വേണമല്ലോ നമുക്ക് ഏതൊരു വർക്കിനും. അപ്പോൾ രത്നവല്ലി ചേച്ചിയാണ് ഈ ഒരു ടീമിൻ്റെ ലീഡർ. ഇവരെ തൊഴിലുറപ്പിൽ ഇവരെ പറയാം മേറ്റ് എന്നാണ് കേട്ടോ ലീഡറിനെ. അപ്പോൾ ഇവർ ഫസ്റ്റ് തന്നെ വന്നിട്ട് രാവിലെ വന്ന അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഓഫീസ് ഷീറ്റ് ഉണ്ട് അറ്റൻഡൻസിന്, അതിൻ്റെ മസ്റ്റ് റോൾ എന്നാണ് പറയുക. അപ്പോൾ വന്നവരനുസരിച്ചിട്ട് അവർ അതിൽ ഒപ്പ് രേഖപ്പെടുത്താണ്. ഇവർക്ക് 2 നേരമായിട്ട് ഒപ്പിടണം, രാവിലെയും ഉച്ചയ്ക്കും ഇവർക്ക് സൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ വന്നവർ വെച്ചിട്ട് അവർ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഒരു കൗതുകം തോന്നിയെന്ന് വെച്ചാൽ അവരുടെ ഒപ്പൊക്കെ ഒരു ശ്രീ എന്ന് പറഞ്ഞിട്ടാണ്. പണ്ടുള്ള ആൾക്കാരെ ഒപ്പൊക്കെ അങ്ങനെയാണല്ലോ, ശ്രീ എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി കേട്ടോ. അതാണ് ഞാൻ പിന്നെയും ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് നോട്ട്ബുക്ക്, അത് അവരെ സ്വന്തമായിട്ട് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അവരെത്ര വന്നു പോയി എന്ന് പറയും. മറ്റേ ഷീറ്റ് ഓഫീസിലേക്ക് പോവുകയും അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു അറ്റൻഡൻസ് പോലെ അവരുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ ഈ ബുക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു രസമുണ്ട് അവരുടെ രാവിലത്തെ അറ്റൻഡൻസ്. 9 മണി തൊട്ട് 5 മണി വരെ ഉണ്ട്. അതെ, 2 മണിക്ക് ഇറങ്ങണം. അത് പണ്ടുള്ള ഇപ്പൊ നേരം കൂടി നോക്കാം. അപ്പൊ ഫോട്ടോ അയച്ച് ചെന്നവർക്ക് കാശ് പണിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ ഫോട്ടോ ചെല്ലണം അവിടെ, കാശ് കിട്ടും. അപ്പോൾ ശരിക്കും ഇത്രയും ഏജായ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു തൊഴിൽ കൊടുക്കണം നമ്മുടെ കേന്ദ്ര സർക്കാരിന് വളരെ ഒരു അഭിനന്ദനമാണ്. അവർക്ക് മരുന്ന് മേടിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അവർ അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ അവർ ചേച്ചി പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കണം, അതും കൂടി വേണം. അപ്പോൾ അതിനുവേണ്ടി രത്നവല്ലി ചേച്ചിക്കാണ് ഒരു സ്മാർട്ട് ഫോൺ കുറച്ചെങ്കിലും ഈ കൂട്ടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. മറ്റവർക്കൊക്കെ അത് പഠിച്ചെടുക്കാമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ടഫാണ്. പക്ഷെ നമ്മുടെ ഒരു കൊച്ചു കുട്ടികളൊക്കെ തുടങ്ങും. പക്ഷെ ഇവരുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക, അവർക്കൊരു യൂസർ ഐഡി പാസ്വേഡ് ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയിട്ടാണ് കേട്ടോ അവർ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ആപ്പിൽ ലിസ്റ്റ് വരും പേരുകൾ. അപ്പോൾ ആ പേരുള്ള ആൾക്കാരാണ് ഫസ്റ്റത്തെ ഒരു സെറ്റിൽ ഫോട്ടോ എടുക്കാൻ വരുന്നത്. അങ്ങനെ 2-3 സെറ്റായിട്ടാണ് ഈ ഒരു 18-20 ടീമിനെ അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ശരിക്കും അവരുടെ ആ ഒരു യൂണിഫോമാണ് എനിക്ക് വേറൊരു വ്യത്യസ്തത തോന്നി. ശരിക്കും അവരുടെ ഒരു വലിയൊരു ഇതാണ് അവരുടെ തോർത്തുമുണ്ട്. പിന്നെ അവർ മുണ്ടും ഷർട്ട് എന്ന് വെച്ചാൽ വലിയ വള്ളികളും മുള്ളുകളും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പം മേല് കയ്യിലൊക്കെ കോറാതിരിക്കാനായിട്ട് ശരിക്കും പറയാച്ചാൽ ഇവരെ പോലെയുള്ള വർക്കേഴ്സാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ശക്തി. പിന്നെ അമ്മയും കൂടെ നിൽക്കണം കേട്ടോ. ചാരുടെ വീട്ടിലാണ് പണിയെന്ന് വെച്ചാൽ അവരും നിൽക്കണം. ഇത് നമ്മുടെ പർപ്പ് കളിയേച്ചി ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ടൊട്ടേ വരുന്നതാണ്. പർപ്പ് കളിയേച്ചിയുടെ എനർജിയാണ് ഈ ഒരു മുറുക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ മുറുക്കാൻ തുപ്പുമ്പോൾ ചുവപ്പ് കളറത് എന്താണെന്നൊക്കെ നോക്കും. അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരു വട്ടം. ശരിക്കും ഞാൻ ഈ ഫുള്ളി വെറ്റിനടക്കുക പുകലൊക്കെ വെച്ച് വാരിട്ടതോ ശരിക്കും എനിക്ക് തല കറങ്ങിപ്പോയി. അപ്പോൾ പർപ്പ് കളിച്ചെങ്കിൽ ഇതങ്ങോട്ട് മുറുക്കി കഴിഞ്ഞാൽ ഇന്നത്തെ വർക്ക് ഫുള്ള് ആൾക്ക് അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു ചേച്ചിയും കൂടിയാണ് കേട്ടോ പർപ്പ് കളിച്ചി. പിന്നെ നമുക്ക് ഇവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമ്മൾ ടീ ബ്രേക്കിന് വേണ്ടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇഡ്ഡലി സാമ്പാറാണ് ഇവർക്ക് കൊടുക്കുന്നത്. അവർ ഇത്രയും നമുക്ക് വേണ്ടി പണിയെടുക്കുക സൗജന്യമായിട്ടുള്ളൊരു പദ്ധതിയാണല്ലോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായ ആണ്. ഷുഗർ ഉള്ളവരുണ്ട്, ഷുഗർ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് അമ്മ നോക്കി തിരിച്ച് അവർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്കൊരു ഏരിയ കൊടുക്കും, ഇന്ന ദിവസം ഇത്ര ഏരിയ പ്ലോട്ട് ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചിട്ടാണ് അവർ ക്ലീനൊക്കെ ചെയ്യണത്. വെട്ടണം ഭയങ്കര ടാസ്ക് കേട്ടോ. വലിയ പുല്ലുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അവരതനുസരിച്ച് വെട്ടി അത് മാറ്റി വെച്ച് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കത്തിച്ച് ശരിക്കും നമുക്ക് പറമ്പ് ക്ലീൻ ആക്കി തന്നെ അവർ തരണം കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഒന്ന് ഇറങ്ങിയത്. പക്ഷേ എളുപ്പമല്ല, വലിയ വലിയ പുല്ലുകളാണ്. പിന്നെ ഇവർ കൊണ്ടുവരാനുള്ള ഇവരുടെ കൈക്കോട്ടും അരിവാളൊക്കെ അവർ വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ. അതൊക്കെ അവരുടെ
തന്നെയാണ്. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ രാവിലത്തെ ബ്രേക്കായി. അപ്പോൾ നമ്മളിന്ന് ഇഡ്ഡലി സാമ്പാറാണല്ലോ, എനിക്ക് കാണിച്ചു തന്നല്ലോ നേരത്തെ. അവർ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ച് അവർക്കൊരു റിലാക്സ് ആവാണ് ഇപ്പോൾ. അതിനുശേഷം അവരൊക്കെ ഇറങ്ങി. ഞാൻ ആ നേരത്തെ കുളിച്ചൊക്കെ വന്നു കേട്ടോ. ഇനി ഒരു ഉച്ച 12:30 ആകുമ്പോൾ അവർക്ക് ബ്രേക്ക് അവരെടുക്കും. പിന്നെ 2 മണി വരെ അവർക്ക് റെസ്റ്റാണ്. പിന്നെ ഒരു 2 തൊട്ട് ഒരു 3 മണി. അപ്പോൾ ഇപ്പോൾ സമയം 3:30 ആയി. അപ്പോൾ 3:30 ഇപ്പോൾ അവർക്ക് ഇന്ന് ഈവനിങ് നമ്മൾ കൊള്ളി കട്ടച്ചായയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഇവരൊക്കെ കൂടെ ഇരുന്ന് ഇലയിലൊക്കെ കൊള്ളി കട്ടച്ചായൊക്കെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഒരു 4:45 ആകുമ്പോഴത്തേക്കും അവരൊക്കെ ക്ലീനൊക്കെ ആയി ഫ്രഷായി 5 മണിയാകുമ്പോൾ അവർ ഇറങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ തൊഴിലുറപ്പ് ടീമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലസ് ഈ ചേച്ചിമാരൊക്കെ ഒരു ലൈക്ക് അടിക്കണേ.